ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്കിൻ കെയർ റൂട്ടീനാണ് ചെയ്യുന്നത്. നമ്മുടെ പിഗ്മെൻറ്റേഷൻസും അതുപോലെ തന്നെ ബ്ലാക്ക് സ്പോട്ട്സ് നല്ല ഇപ്പോൾ കറുത്ത പാടുകളൊക്കെ ഉണ്ടാവില്ലേ, ഇങ്ങനെ പിമ്പിൾസൊക്കെ വന്നിട്ട് അത് പൊട്ടിയിട്ടൊക്കെ ഇങ്ങനെ കറുത്ത പാടുകളൊക്കെ വരുന്നുണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ മാറാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ റൂട്ടീനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബേസിക്കലി ഇതെനിക്ക് ഈ ഒരു പിഗ്മെൻറ്റേഷൻസും ഈ ഒരു സ്പോട്ട്സും വരാൻ ബേസിക്കലി അതെന്ന് വെച്ചാൽ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് വന്നതാണ്. പീരീഡ്സ് ആയപ്പോൾ വന്നതാട്ടോ ഇത്ര അധികം. അപ്പോൾ ശരിക്കും പറഞ്ഞപ്പോൾ നന്നായിട്ടത് കുറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ചില ഏരിയസിലുള്ള ഇതൊക്കെ അറിയാതെ എൻ്റെ നഖം തന്നെ കൊണ്ട് പൊട്ടിയിട്ട് ഇങ്ങനെ പാടുകളായതാട്ടോ. പിന്നെ ഈ ഒരു കുരുവാണ് ഇപ്പോൾ ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നത്, കുറച്ച് വലുതായിട്ട് നിൽക്കുന്നത്, ബാക്കിയൊക്കെ നന്നായിട്ട് കുറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പിഗ്മെൻറ്റേഷൻ്റെ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു ചെയ്യുന്ന ഈ റുട്ടീൻ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല എഫക്റ്റീവാണ്. അപ്പോൾ എന്താണ് പിന്നെ നമ്മളിതിൽ യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ പിഗ്മെൻറ്റേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആക്കാനും എന്തായിരുന്നു നിങ്ങളുടെ സ്കിൻ നല്ല സപ്പിളായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനും നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ സ്കിൻ കെയർ റൂട്ടീൻ. അപ്പോൾ ഞാൻ ഫേസിൽ വരെ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ എനിച്ചതുകൊണ്ടാണ് ഈ ഒരു കോലം ആകെ ഒരു ഉറക്കപ്പിച്ച് കോലമാണെന്ന്. പിന്നെ നല്ല വെയിലടിക്കുന്നുണ്ട്, ഒരു മഴ പെയ്യാൻ നിൽക്കുന്ന രീതിയിലുള്ള ഭയങ്കര വെയിലാണ് ഇപ്പോൾ ഇവിടെ. മഴ പെയ്യുന്നുമില്ല എന്നാൽ മഴക്കാർ നിൽക്കുന്നുണ്ട് എന്നാൽ വെയിലടിക്കുന്നുണ്ട്, അതാ അവസ്ഥ. അപ്പോൾ ഭയങ്കരമായിട്ട് വെയിലടിക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ കണ്ണിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അടഞ്ഞു പോയി നിന്നിട്ട് ഞാൻ വർത്താനം പറയുന്നത്. ഞാൻ ഫേസിൽ വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഫേസ് വാഷ് പോലും ചെയ്തിട്ടില്ല, ജസ്റ്റ് ബ്രഷ് ചെയ്ത് അത്രേ ഉള്ളൂ. അപ്പോൾ എന്താണ് പിന്നെ പൊട്ട് വെച്ചു, അത് ഇത്തിരി മെനയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു സ്കിൻ കെയർ റൂട്ടീനിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഒരു ഫേസ് വാഷ് ആണ്, അല്ലെങ്കിൽ ഒരു ഫേസ് ക്ലെൻസർ ആണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ വിൽവയുടെ ടൊമാറ്റോ ആൻഡ് പിങ്ക് ക്ലേ ഫോർ ടാൻഡ് ആൻഡ് ഓയിലി സ്കിൻ, ആ സോപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ബേസിക്കലി ഓയിലി സ്കിന്നുകാർക്ക് നല്ലതാണ്. പിന്നെ കുറച്ചും കൂടെ ഇങ്ങനെ ടാനൊക്കെ വന്നിട്ട് ഇപ്പോൾ നമ്മൾ ടാൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി വെയിലൊക്കെ അടിച്ചിട്ട് പിഗ്മെൻറ്റേഷൻസ് ഒക്കെ വരുന്നവരുണ്ട്, ഇങ്ങനെ ഫ്രക്കിൾസ് ഒക്കെ പോലെ ഈ ഒരു ഏരിയയിൽ മാത്രം വരുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നല്ലതാണിത്. പിന്നെ ഓൾറെഡി നമുക്കറിയാം ടൊമാറ്റോ ജ്യൂസൊക്കെ നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോയിങ് ആക്കാനും നമ്മുടെ സ്കിന്ന് നല്ല കളർ വെക്കാനും പാടുകളൊക്കെ കുറയാനും വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു സോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കൂടുതലിത് എന്താ പറയുക, എനിക്കിങ്ങനെ പാടുകളൊക്കെ വരുമ്പോൾ ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് ഈ ഒരു സോപ്പാണ്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഫേസ് വാഷായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഫേസിൽ ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ആക്കിയിട്ട് വരാം കേട്ടോ. കാരണം എനിക്ക് ഈ ക്യാമറ എടുത്തിട്ട് വാഷ്റൂമിൽ പോയിട്ട് വെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ മുഖം കഴുകാൻ നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് ഫേസ് വാഷ് ചെയ്യാം. അപ്പോൾ ഇതാണ് ആ ഒരു സോപ്പ് എന്ന് പറയുന്നത്. ഇത് ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് കയ്യിലിട്ടിട്ട് ഒന്നിങ്ങനെ പതപ്പിച്ചിട്ട് തേക്കാം. ഒരു മിനിറ്റോടെ നമുക്ക് ഈ ഫേസ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യണം. അതിപ്പോൾ ഏത് ഫേസ് വാഷ് ഉപയോഗിക്കുകയാണെങ്കിലും ഒരു മിനിറ്റോടെ നന്നായിട്ട് വാഷ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സോപ്പാണെങ്കിൽ അങ്ങനെ ഒരുപാട് അങ്ങോട്ട് പതഞ്ഞ് വരില്ല കേട്ടോ, ഭയങ്കര ഒരു സോഫ്റ്റ് ഫോമാണ് വരിക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മിനിറ്റോളം നമ്മൾ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തു. ഇനി നമുക്കൊന്ന് മുഖം നന്നായിട്ടൊന്ന് തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫേസ് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യും, നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഫേസ് നല്ല സപ്പിളായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളൊരു സ്ക്രബാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ആക്ച്വലി സ്ക്രബ് പോലെയും അതുപോലെ തന്നെ ഒരു ഫേസ് പാക്ക് പോലെയും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതൊരു പ്രൊഡക്റ്റ് ഒന്നല്ല കേട്ടോ, ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഓറഞ്ചിൻ്റെ തൊലി നന്നായിട്ട് ഉണക്കിയിട്ട് പൊടിച്ചിട്ടുള്ള ഇതാണ് ഇത്. അപ്പം ഇത് ഓൾറെഡി ഞാൻ ഇങ്ങനെ പൊടിച്ച് വെച്ചിരിക്കുന്ന കേട്ടോ ഈ ഒരു ടിന്നിനകത്ത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ ഓറഞ്ചൊക്കെ ഉപയോഗിക്കുമ്പോൾ ചുമ്മാ തൊലി കളയാതെ നന്നായിട്ട് നല്ല വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കിയിട്ട് അതിലിങ്ങനെ നനവൊന്നും പാടില്ല കേട്ടോ. നന്നായിട്ട് വെയിലത്തിട്ട് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ നല്ല ശരിക്കും നമുക്ക് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു പരുവത്തിൽ നമ്മൾ മിക്സിയിലോ അങ്ങനെ എന്തിലെങ്കിലും ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുക, നല്ല പൊടിയായിട്ട് എടുക്കാം. ഇപ്പോൾ ഒരുപാട് അങ്ങനെ നൈസായിട്ട് കിട്ടില്ല കേട്ടോ, ഒരു മാക്സിമം ഒരു ചെറിയ തരതിരിപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മളിന്ന് അത് വെച്ചിട്ടുള്ള ഫേസ് പാക്കാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്കത് എത്ര നാൾ വേണമെങ്കിലും നിങ്ങൾക്കത് ഇങ്ങനെ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്കത് ഡെയിലി അതും പാലും മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇത്തിരി തേനും അതുമായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പാടുകളും കുരുക്കളൊന്നും ഇല്ലാത്തവർക്ക് തന്നെ നല്ല നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോയിങ് ആക്കാനും നല്ല കളർ വെക്കാനുള്ളൊരു മെത്തേഡാണിത്. അപ്പോൾ ചുമ്മാ നെക്സ്റ്റ് ടൈമൊക്കെ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ഫേസ് പാക്ക് അല്ല, ഈ ഒരു സ്ക്രബ് പ്ലസ് ഫേസ് പാക്കാണ് അപ്ലൈ ചെയ്യുന്നത് കുറച്ച് പാലിൽ. അപ്പോൾ ഇതാണ് സംഭവം. ഇത് ഞാൻ കുറച്ച് പാലിൽ മിക്സ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പം ഇത് ആക്ച്വലി നമ്മൾ സാധാരണ ഫേസ് പാക്ക് പോലെ അങ്ങനെ ആദ്യം ഒരുപാട് ഇങ്ങനെ വെള്ളം പോലെ കിട്ടില്ല, കുറച്ച് കട്ടിയിൽ തന്നെ കിട്ടില്ല നമ്മൾ പാൽ ഒഴിച്ചാലും. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അപ്ലൈ ചെയ്യും. പിന്നെ സാധാരണ നമ്മൾ ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ അങ്ങനെ ഒരുപാട് അത്
നമ്മുടെ സ്കിന്നിലോട്ട് ഇങ്ങനെ നിൽക്കില്ല. അപ്പോൾ നമുക്കിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ അതിലേക്ക് ആക്കി കൊടുക്കണം. നോർമലി ഒരു ക്രീമി കൺസിസ്റ്റൻസി അല്ല കിട്ടുക. അപ്പോൾ അത് നമ്മുടെ ഫേസിൽ മൊത്തം നമുക്കത് ഇങ്ങനെ ആക്കി കൊടുക്കാം. താഴെയൊക്കെ വീഴും കേട്ടോ. അപ്പോൾ അങ്ങനെ പഴയ വല്ല ഇങ്ങനെ മുഷിഞ്ഞ വല്ല ടോപ്പൊക്കെ ഇട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ പുതിയ ഡ്രസ്സിലൊന്നും ഇട്ട് ചെയ്യണ്ട, കാരണം ഡ്രസ്സിലൊക്കെ ഇതാവാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് നമുക്ക് ഫേസിൽ മൊത്തം ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫേസിലും നെക്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത്, കാരണം കുറച്ച് ബാക്കി വന്നുകൊണ്ട് ഞാൻ നെക്കിലും കൂടെ അപ്ലൈ ചെയ്തു. അപ്പോൾ അതേ ഞാൻ പറഞ്ഞു ക്രീമി കൺസിസ്റ്റൻസി പോലെ അല്ല ഇരിക്കുകയാണ്, അതിനൊരു തരിതരിപ്പ് പോലെ ഇരിക്കുക. അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിങ്ങനെ വീഴൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവാൻ വെക്കണം. ഒരുപാട് അങ്ങനെ ഡ്രൈ ആവണ്ട, കാരണം ഒരുപാട് ഡ്രൈ കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഫേസിൽ അത് അത്ര നല്ല ശരിയാവില്ല, കാരണം ഒരു ഹാർഷായിട്ട് ഫീൽ ചെയ്യും, കാരണം ഈ തരിതരിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ഒരുപാട് ഡ്രൈ ആവാൻ വെക്കില്ല, ഒരു ചെറുതായിട്ടൊന്ന് ആയാൽ മതിയാണ്. നമുക്ക് കുറച്ച് വെള്ളം കയ്യിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പോൾ സ്ക്രബ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഇത് ഫേസ് പാക്ക് പോലെ യൂസ് ചെയ്യാം. ചുമ്മാ ഇങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 15 to 20 minutes കഴിഞ്ഞിട്ട് നിങ്ങൾക്കിത് ഫേസ് നന്നായിട്ട് കഴുകിയാലും മതി. അപ്പോൾ നല്ലൊരു ഫേസ് പാക്കായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്കിതൊരു പാല് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ പാൽപ്പാട വെച്ചിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ലെമൺ ജ്യൂസ് അല്ല, ടൊമാറ്റോ ജ്യൂസ് ആക്കിയിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഹണി വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. ഞാൻ പാല് വെച്ചിട്ടാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവാൻ വെക്കാം കേട്ടോ, എന്നിട്ട് നമുക്ക് വാഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത ആ ഒരു ഫേസ് പാക്ക് പ്ലസ് സ്ക്രബ് അപ്പോൾ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ ഉണങ്ങാൻ വെക്കേണ്ട, കാരണം ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നമ്മളത് സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിനെ ഭയങ്കര ഹാർഷായിട്ട് അത് ഫീൽ ചെയ്യും. അപ്പം ഒരുപാട് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പിമ്പിൾസ് ഉള്ളവർക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ സ്കിന്നിന്. അപ്പോൾ ഇനി നമുക്ക് കയ്യിൽ ഇത്തിരി വെള്ളമാക്കിയതിന് ശേഷം നമുക്ക് ഫേസ് പതുക്കെ ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കയ്യിൽ ഇത്തിരി വെള്ളമാക്കിയിട്ടുണ്ട്. നമുക്ക് പതുക്കെ നമ്മുടെ കൈ വെച്ചിട്ടുണ്ട് പതുക്കെ നമുക്കൊന്ന് സ്ക്രബ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെയൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട് താഴെ, കാരണം ഇത് ഭയങ്കര തരിതരിപ്പ് പോലെയുള്ളതല്ല. അപ്പം അതൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്യാം. ഒരുപാട് ഇങ്ങനെ ഹാർഷായിട്ട് സ്ക്രബ് ചെയ്യണ്ട. ഇനി നിങ്ങൾക്ക് കയ്യിൽ മാത്രം വെള്ളമാക്കിയിട്ട് അത് കറക്റ്റ് ആവുന്നില്ലെങ്കിൽ ജസ്റ്റ് ഫേസിൽ ജസ്റ്റ് ഒന്നിങ്ങനെ വെള്ളം തെളിച്ചിട്ട് പതുക്കെ ഒന്ന് സ്ക്രബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പതുക്കെ ഒന്ന് സ്ക്രബ് ചെയ്യും, ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ പതുക്കെ സ്ക്രബ് ചെയ്താൽ മതി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് അത് തന്നെ ഇങ്ങനെ ഒരു സ്ക്രബായിട്ടല്ലാതെ തന്നെ ഒരു ഫേസ് പാക്ക് പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലി പൊടിച്ചത്. അപ്പം ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഓറഞ്ചിൻ്റെ ആ ഒരു നീരിനേക്കാളും അതിനേക്കാളും ഡബിൾ ഗുണമാണ് ശരിക്കും ആ ഓറഞ്ചിൻ്റെ ഓറഞ്ച് പീൽ പൗഡർ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോയിങ് ആക്കാനും അതുപോലെ തന്നെ ഇപ്പം നമുക്ക് നല്ല സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷൻസ് ഒക്കെ മാറി ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറിയിട്ടും അതുപോലെ തന്നെ നല്ല കളർ വെക്കാനും നല്ല കേട്ടോ. പ്രത്യേകിച്ചും ഈ ഓറഞ്ച് പീൽ പൗഡറും ഹണിയും തമ്മിലുള്ള ഒരു പാക്ക്. അപ്പോൾ നമ്മൾ അത്യാവശ്യം സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തു. വളരെ പതുക്കുള്ള സ്ക്രബിങ് മോഷനിൽ നമ്മൾ ഫേസ് സ്ക്രബ് ചെയ്ത് നമ്മൾ ഒരുപാട് ഹാർഷായിട്ടൊന്നും ചെയ്യരുത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 2 സ്റ്റെപ്പ് മാത്രമായിട്ട് നിങ്ങൾക്ക് ഈ സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാം. ലൈക്ക് ഈ ഫേസ് ക്ലെൻസർ അതുപോലെ തന്നെ എന്താ പറയുക, ഈ ഒരു സ്ക്രബ് പ്ലസ് ഈ ഒരു ഫേസ് പാക്ക്. ഇത് ആക്ച്വലി സ്ക്രബായിട്ട് ഉപയോഗിക്കാം, ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് മാത്രം ചെയ്താൽ മതി. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇതിൽ 3rd സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതാണ്. ഇത് റെഡ് സാൻഡൽവുഡ് പൗഡറാണ്. ഇത് ഞാൻ ഗാന്ധിഗ്രാംസ് ഗ്രീൻ വില്ലേജ്, ഇത് ആക്ച്വലി ഞാൻ നെല്ലിയാമ്പതി പോയപ്പം പാലക്കാട് നെല്ലിയാമ്പതിയിൽ പോയപ്പോൾ അവിടുത്തെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഞാൻ അല്ലെങ്കിൽ യൂസ് ചെയ്യാറ് മറ്റേ ആര്യവൈദ്യശാലയുടെ പിന്നെ SNAയുടെ ഒക്കെ രക്തചന്ദനത്തിൻ്റെ പൊടി കിട്ടും, ഞാൻ അതാണ് യൂസ് ചെയ്യാറ്. ഇപ്പം ഞാൻ ഇതാണ് കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നല്ലതാണ് കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ റെഡ് സാൻഡൽവുഡ് പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലാക്ക് സ്പോട്ട്, ഇങ്ങനെ കുരുക്കളൊക്കെ വന്നിട്ട് ആക്നെ വന്നിട്ട് ഇങ്ങനെ ആക്നെ സ്പോട്ട്സ് അല്ലെങ്കിൽ ആക്നെ മാർക്സ് ഒക്കെ ഉണ്ടാവില്ല, അപ്പോൾ അത് മാറാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇതും അതുപോലെ തന്നെ ഇത് പാലിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഹണി ആയിട്ട് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം, പാലിൽ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാം, പാൽപ്പാടയിൽ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാം. അപ്പം അതൊക്കെ ഓരോരുത്തരുടെ ആ ഒരു ഇതിനനുസരിച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നോക്കി വെള്ളത്തിൽ മിക്സ് ചെയ്താലും മതി. ഞാൻ എന്തായാലും പാലിൽ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് കിട്ടുമ്പോൾ ഇത് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലായിട്ട് കുറച്ചൊരു റണ്ണിങ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുക. നമുക്ക് ഫേസിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം എന്താ പറയുക, ഈ മാർക്സ് ഉള്ള സ്ഥലത്ത് മാത്രം അപ്ലൈ ചെയ്താൽ മതി. നിർബന്ധമല്ല ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്യുന്നത്, പക്ഷേ ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. പണ്ടൊക്കെ എൻ്റെ അമ്മ പറയും ഈ രക്തചന്ദനം തേച്ചിട്ട് ഒരിക്കലും എന്താ പറയുക കണ്ണാടിയുടെ മുമ്പിൽ നോക്കരുത്, അങ്ങനത്തെ കുറേ മിത്തുകളൊക്കെ അമ്മ പറയാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആരുടെ മുമ്പിൽ പോയി പെടരുത് എന്നൊക്കെ. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചൊക്കെ ചെയ്യാം കേട്ടോ.
അപ്പോൾ അതായത് നമുക്ക് ഫേസിൽ മൊത്തം ഒന്ന് അപ്ലൈ ചെയ്യാം. ഇതിങ്ങനെ ഇത് ഭയങ്കര ഇങ്ങനെ പൊടി പോലെ അല്ല കേട്ടോ, ഇതിനിടയ്ക്ക് ഒരു ആ ഒരു തരിതരിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഇതിൽ. ഒരുപാട് നൈസ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് അല്ല കേട്ടോ എനിക്ക് വാങ്ങിച്ചപ്പോൾ കിട്ടിയത്. ചിലപ്പം നൈസ് പൊടിയായിട്ടെങ്കിൽ SNAയുടെ കിട്ടുമ്പോൾ നല്ല നൈസായിട്ട് കിട്ടാറുണ്ട്. ഇതെന്തോ അത്ര നൈസല്ല, പക്ഷെ അങ്ങനെ എന്താ പറയുക നമ്മുടെ സ്കിന്നിന് അത്ര മോശമുള്ള രീതിയിലൊന്നും ഇങ്ങനെ സ്കിന്നിങ്ങനെ ഹാഷായിട്ട് രീതിയിലൊന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നല്ല കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഈ സ്പോട്സിൻ്റെ അവിടെ മാത്രം ഇങ്ങനെ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഫേസിൽ നെക്കിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആവാൻ വെക്കണം. ഒരു 5 to 7 മിനിറ്റ്സിനുള്ളിൽ നന്നായിട്ട് ഡ്രൈ ആവും. കാരണം ഇതിൻ്റെ കൺസിസ്റ്റൻസി അത്ര തിക്കല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കളയണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പതുക്കെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ടും കൂടെ വേണമെങ്കിൽ ഒന്ന് വാഷ് ചെയ്യണമെങ്കിൽ നോർമലി നല്ല തണുത്തുള്ളതിൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാം. നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒരുവിധം എല്ലാ സ്റ്റെപ്സും ഈ ഒരു 3 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഫേസ് വാഷ്. ഇപ്പോൾ നിങ്ങൾക്ക് വിൽവയുടെ സോപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല. ഇഷ്ടമുള്ളൊരു ഫേസ് വാഷ് അല്ലെങ്കിൽ ഒരു ക്ലെൻസർ യൂസ് ചെയ്യും. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് കടലമാവിൻ്റെ പൊടി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്യാം, അല്ലെങ്കിൽ ചെറുപയർ പൊടി ഉപയോഗിച്ചിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്തതൊരു ഫേസ് പാക്ക് പ്ലസ് ഒരു സ്ക്രബ് പോലത്തെ ഒരു ഇതാണ് ഉപയോഗിച്ചത്. അതിന് ഓറഞ്ച് പീൽ പൗഡറാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ്, വലിയ പാടൊന്നുമില്ല. ജസ്റ്റ് ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഉണക്കി പൊടിച്ച് എടുത്ത് വയ്ക്കുക, അത്രേ ഉള്ളൂ. പിന്നത്തെ നമ്മൾ ചെയ്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഫേസ് പാക്കാണ് രക്തചന്ദനത്തെ വെച്ചിട്ട് രക്തചന്ദനം കൊണ്ടുള്ളത്. അപ്പോൾ ഈ റെഡ് സാൻഡൽവുഡ് പൗഡർ നമുക്ക് ഏത് ഷോപ്പിൽ നിന്നാണെങ്കിലും വാങ്ങാൻ പറ്റും. പ്രത്യേകിച്ചും ആയുർവേദ കടകളിലൊക്കെ അധികം ഭയങ്കര ചീപ്പായിട്ട് തന്നെ കിട്ടും. അത്ര വലിയ നല്ലത് എനിക്ക് തോന്നുന്നൊരു ഞാൻ ഇത് വാങ്ങിച്ചത് ഒരു 75 രൂപയായിട്ടുള്ളൂ. അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, നല്ല റിസൾട്ട്സ് ഉണ്ടാവും. പ്രത്യേകിച്ചും സ്പോട്സ് ഒക്കെ കുറയാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു റുട്ടീൻസ് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതുവരയ്ക്കും ബൈ.